റിലേഷൻഷിപ്പ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. റിലേഷൻഷിപ്പിലെ കപ്പിൾസ് കടന്നു പോകുന്ന ഒരു 3 ഫേസിനെ കുറിച്ച് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു 3 ഫേസിൽ ഫസ്റ്റ് ഫേസ് ആണ് പോസിറ്റീവ് ഫേസ്. ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആദ്യത്തെ 3-4 മാസം ഒരു ഹണിമൂൺ പീരീഡ് എന്ന് വേണമെങ്കിൽ പറയാം. റിലേഷൻഷിപ്പിലെ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഈ സമയത്തായിരിക്കും. നമ്മൾ നമ്മുടെ പാർട്ട്ണർക്ക് വേണ്ടി കൂടുതൽ സമയം കണ്ടെത്തുകയും കൂടുതൽ എഫേർട്ട് എടുത്ത് പല കാര്യങ്ങളും ചെയ്യുന്നത് ഈ സമയത്തായിരിക്കും. ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക് ആയിട്ടുള്ള മെമ്മറബിൾ ആയിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടാവുന്നത് ഈ സമയത്താണ്. അതുകൊണ്ട് നമുക്ക് കിട്ടിയ ഏറ്റവും ബെസ്റ്റ് പാർട്ട്ണർ ആണെന്ന് നമ്മൾ ഈ സമയത്ത് നമ്മൾ ചിന്തിച്ചു. ഒരു ഫാന്റസി വേൾഡ് എന്ന് വേണമെങ്കിൽ പറയാം ഈ ഫസ്റ്റ് ഫേസിന്. അതുകൊണ്ട് തന്നെ ഒരു 3-4 മാസം കഴിഞ്ഞാൽ ഈ ഫാന്റസി വേൾഡ് നമ്മൾ റിയാലിറ്റിക്ക് പോകും. ഈ ഫേസ് ആണ് നെഗറ്റീവ് ഫേസ് എന്ന് പറയുന്നത്. നമ്മുടെ റിലേഷൻഷിപ്പിലെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ടൈം എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. നമുക്ക് ഈ ഫേസിലാണ് ഏറ്റവും കൂടുതൽ ഫൈറ്റുകൾ നടക്കുന്നത്, കൂടുതൽ ബ്രേക്കപ്പുകൾ സംഭവിക്കുന്നത് ഈ ഫേസിലാണ്. തേർഡ് ഫേസ് ആണ് ന്യൂട്രൽ ഫേസ്. റിയാലിറ്റി എന്താണോ അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന മെച്ചൂർഡ് ആയിട്ടുള്ള കപ്പിൾസ് മാത്രമാണ് ഈ ഫേസിൽ എത്താറുള്ളൂ. ഒരു ലോങ് ടൈം റിലേഷൻഷിപ്പുള്ള ആൾക്കാർ എല്ലാവരും ഈ ഫേസിൽ നിന്ന് കടന്നുപോയിരിക്കും. റിലേഷൻഷിപ്പിൽ നമുക്ക് വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റികൾ നോക്കാം. ഇമോഷണൽ അവയർനെസ്. ഏതൊരു പാർട്ട്ണർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും അവരുടെ ഇമോഷണൽ ആയിട്ടുള്ള സമയത്ത് അവരുടെ പാർട്ട്ണറുടെ പ്രസൻസ്. ഹാപ്പി ആയിട്ടുള്ള സമയത്ത് അവരെ കോംപ്ലിമെന്റ് ചെയ്യാനും, ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് അവരെ കാം ഡൗൺ ചെയ്യാനും, ഡിപ്രസ് ആയിട്ടുള്ള സമയത്ത് അവരെ സപ്പോർട്ട് ചെയ്യാനും നമുക്ക് കഴിയണം. അതാണ് ഇമോഷണൽ അവയർനെസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ. ഡെയിലി ഒരു 20 to 25 മിനിറ്റ്സ് അവർക്ക് വേണ്ടി നമ്മൾ മാറ്റി വെച്ചിരിക്കണം. അവരുടെ ഇമോഷൻസ് മനസ്സിലാക്കാനും അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും അല്ലെങ്കിൽ മനസ്സിലാക്കാനും. മൂന്നാമത്തെ കാര്യമാണ് കമ്മിറ്റ്മെന്റ്. ഒരു ഹെൽത്തി ആയിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാകുന്ന ഒരു കോയിൻസിഡൻസ് ആയിട്ട് വരുന്നതല്ല, അത് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുന്നതാണ്. ഓരോ ദിവസവും അവരെ കുറിച്ച് മനസ്സിലാക്കുക, അവർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്സ് ആൻഡ് ഡൗൺസ് വന്നുകൊണ്ടേയിരിക്കും.